ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുകിനെ തിരുത്താനുള്ളൊരു സൂപ്പർ ടിപ്പാണ്. മഴക്കാലം ആയപ്പം എല്ലാ വീടുകളിലും ഇപ്പോൾ സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡും മറ്റേ കൊതുക് തിരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അലർജിയൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ ഈ വേപ്പിലേക്ക് യൂസ് ചെയ്തുള്ള ടിപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊതുകുകൾ വരത്തുമില്ല, അതുപോലെ കുട്ടികൾക്കൊന്നും അലർജി ഉണ്ടാവുകയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഈ വേപ്പില ഒന്ന് അരച്ചെടുക്കാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ഈ ചെറിയ ജാറിന് ഏകദേശം നിറയെ എടുത്തിട്ടുണ്ട് ഞാൻ. ഏതാണ്ട് ഇത്രയും നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് കേട്ടോ അടിച്ചെടുത്തത്. ഇത്ര ഈ ഒരു രൂപത്തിൽ കിട്ടിയാൽ മതി നമുക്ക്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതെൻ്റെ ഒരു പഴയ പാനാണ്. ഞാൻ കിച്ചണിൽ യൂസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ അകത്തെ കോട്ടിങ് എല്ലാം പോയി യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു പാനാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് വേപ്പില ഇട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാൻ എടുക്കണ്ട, ഇങ്ങനെ ഉണ്ട് കേടായത് എടുത്താൽ മതി. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വിളക്കെണ്ണയാണ്. പിന്നെ നല്ലെണ്ണയോ പിന്നെ അല്ല കടുകെണ്ണയോ അങ്ങനെ എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യും. വെളിച്ചെണ്ണ വേണ്ട, അതിന് വലിയ സ്മെല്ല് വരില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച വേപ്പിലയില്ലേ, ആ വേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ വേപ്പില പൊടിച്ച് വെച്ച വേപ്പില ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം ഈ സമയത്ത്. അതുകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഒരു സമയം എടുക്കും കേട്ടോ ഇതൊന്ന് നേരെയായി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ കൊതുകളുടെ ശല്യം ഉണ്ടാകാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ ചിരട്ടയോ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കിടന്ന് അതിൽ ഈ കൊതുക് വന്ന് മുട്ടയിട്ടിട്ടാണ് ഈ കൊതുകിൻ്റെ ശല്യം കൂടുന്നത്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഈ ചിരട്ട പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉറപ്പായിട്ടും അതൊന്ന് അതിൽ വെള്ളം എടുത്ത് കമഴ്ത്തി കളയണം. അതുപോലെ തന്നെ ആ പാത്രം കമഴ്ത്തി വെക്കണം. അതുപോലെ ചില വീടുകളിൽ വെള്ളം പിടിച്ച് വെക്കുന്ന വീടുകളുണ്ടാവും, ഇങ്ങനെ ഈ വലിയ ബക്കറ്റുകളിലൊക്കെ. അങ്ങനെയുള്ള ബക്കറ്റുകളിലൊക്കെ പിടിച്ച് വെക്കുമ്പോൾ ഒരു പ്രാവശ്യം ആ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ആ ബക്കറ്റ് തേച്ച് ഉരച്ച് കഴുകിയിട്ട് വേണം പിന്നെ അടുത്ത പ്രാവശ്യം വെള്ളം പിടിച്ച് വെക്കാൻ. അതെല്ലാം ഉണ്ടെങ്കിൽ ഇതിൽ കൊതുക് വല്ലതും മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ വെള്ളം തട്ടിക്കളയുമ്പോൾ ആ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ, കൊതുകിൻ്റെ മുട്ട അതിൽ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ട് വേണം അടുത്ത പ്രാവശ്യം വെള്ളം പിടിച്ച് വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഈ മഴ നിൽക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് പനിയുടെ സീസൺ കൂടുന്നത്. ഇപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ആയാലും ജസ്റ്റ് മഴ ഒന്ന് തോന്നു കഴിയുമ്പോഴായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഒരുപാട് പേഷ്യൻസ് പനിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പനി അസുഖങ്ങളൊക്കെ വരുന്നത് കുറയ്ക്കുക. ഈ കൊതുകടി മൂലമാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം മെയിനായിട്ട് നമ്മളെപ്പോലെ ശ്രദ്ധിക്കാത്തൊരു സംഭവമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നവർ. അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു ട്രേ വെക്കുമല്ലോ, ആ വെള്ളം ഇങ്ങനെ വീട് കിടന്നിട്ട് അതിനകത്ത് കൂത്താടികൾ ഒരുപാട് പെരുകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീടുകളിൽ ഓരോ സർവേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നത് വീടിൻ്റെ അകത്താണ് കൂത്താടി. അതും ഈ ഇൻഡോർ പ്ലാന്റ്സിൽ ഇതിൻ്റെ അകത്ത് ആ വെള്ളം ഒഴിച്ച് കെട്ടിക്കിടക്കുന്നതിലാണ് കൂടുതൽ കൂത്താടികൾ കാണുന്നത്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ റബ്ബറും തോട്ടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഇപ്പം വെട്ടൊന്നുമില്ല, പക്ഷെ ചിരട്ട അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടാകും. ഈ ചിരട്ടകളിലും വെള്ളം കെട്ടിക്കിടന്നിട്ട് കൂത്താടികൾ ശരിക്കും ഉണ്ടാവും. ഇപ്പം വലിയ വലിയ റബ്ബറും തോട്ടങ്ങളുണ്ട്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഇത് മുതലാളിമാർ നമ്മുടെ നാട്ടിൽ പോലും കാണത്തില്ല, അവർ വിദേശങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷെ അവരിത് ഈ വെട്ടുകാരായിരിക്കും ഇതൊക്കെ നോക്കുന്നത്, പക്ഷെ അവരും കാര്യമായിട്ടൊന്നും നോക്കത്തില്ല.
വന്ന് അവിടെ അങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ ഇതിൻ്റെയൊക്കെ നമ്മുടെ പാർശ്വഫലങ്ങൾ കിട്ടുന്നത് ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരാണ്, ഈ റബ്ബറും തോട്ടത്തിൻ്റെയൊക്കെ. ഇപ്പം നമ്മുടെ വീട്ടിലായിരിക്കത്തില്ല ഈ കൊതുക് വരുന്നത്, തൊട്ടടുത്ത് ഈ റബ്ബറും തോട്ടങ്ങളിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള റബ്ബറും തോട്ടമൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ മുതലാളിമാരോട് പറയണം, അല്ലെങ്കിൽ അതിൽ ജോലിക്കാരോട് പറഞ്ഞ് നിങ്ങളത് ഉറപ്പ് വരുത്തണം. നമ്മുടെ എണ്ണ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്തിട്ട് വേണം ബാക്കി 1-2 സംഭവങ്ങളും കൂടെ ഇടാനുള്ളത്, മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് തണുത്തിട്ട് കാണിച്ചു തരാം. ഈ എണ്ണ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അരിപ്പ ഉപയോഗിച്ചാണ് അരിക്കുന്നത്. ഇതിൻ്റെ ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിക്കുന്നത്. ചെറിയ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്താലും മതി. അരിപ്പയാകുമ്പോൾ നന്നായിട്ട് വീഴത്തില്ല. കുറച്ച് ഇതിൻ്റെ നമ്മുടെ നീമിൻ്റെ ആ ഇലയുടെ മട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് കൈവച്ചോ ഒരു സ്പൂൺ വെച്ച് അങ്ങനെ ഒന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കണം. ഞാനൊന്ന് കൈവച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ, ആ എണ്ണയൊക്കെ നന്നായിട്ട് വീഴാൻ വേണ്ടിയിട്ട്. സ്ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നന്നായിട്ട് എണ്ണ വീഴുന്നുണ്ട്. ശരിക്കും ഒരു കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഫുൾ എണ്ണയും നമുക്ക് കിട്ടും. ഈ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണയില്ലേ, നമുക്കൊരു ചിരാതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ചെറിയ പാത്രത്തിലേക്കായാലും ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ചിരാതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു ധൂപ് സ്റ്റിക്കോ അല്ലെങ്കിൽ പച്ച കർപ്പൂരമോ പൊടിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 ഗ്രാമ്പുവും ഉണ്ട്, ഇത്ര മതി. ഇത്രയും ഗ്രാമ്പും ഈ ഒരു സ്റ്റിക്കും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. പക്ഷെ നല്ല മണമാണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് ഈ ധൂപ് സ്റ്റിക്ക് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഇത്രത്തോളം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രാമ്പും ഇല്ലേ, ഗ്രാമ്പും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച് വെച്ച ഗ്രാമ്പും നമ്മുടെ ആ ധൂപ് സ്റ്റിക്കും കൂടെ ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമാണ് കേട്ടോ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ആ ഒരു ധൂപ്പിൻ്റെ. നമുക്ക് ഈ ഒരു തിരി എടുത്തിട്ട് ഈ തയ്യാറാക്കി വെച്ച എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം തിരിയിട്ട് കത്തിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കത്തിച്ച് നമുക്ക് ഓരോ റൂമിലും കൊണ്ടുവയ്ക്കാം, ഓരോ റൂമിലും ഓരോ ചിരാതായിട്ട് കൊണ്ടുവയ്ക്കാം. നല്ല മണമാണ് കേട്ടോ, ആ ഒരു റൂമിൽ മൊത്തം അതിൻ്റെ ഒരു മണം നിൽക്കും. ആ ഒരു മണത്തിൻ്റെ എഫക്റ്റീവ് കൊണ്ട് തന്നെ കൊതുകുകളൊന്നും നമ്മുടെ റൂമിലേക്കൊന്നും വരില്ല. നല്ലൊരു മണമാണ്. നിങ്ങൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.